പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗത്തെക്കുറിച്ചുള്ള രണ്ടാം സന്ദേശമാണ് നമ്മൾ ഇപ്പോൾ ശ്രവിക്കാനായിട്ട് പോകുന്നത്. നിയമാവർത്തന പുസ്തകം 31 അധ്യായം 8 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവാണ് നിന്റെ മുൻപേ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടി ഉണ്ടായിരിക്കും. പ്രത്യാശ വയ്ക്കുക കർത്താവിൽ, ഭയപ്പെടേണ്ട, നിന്നെ അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല. ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിലെ ദിവ്യബലികളും പ്രാർത്ഥനകളും എത്രത്തോളം ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയെ അതിജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കും എന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരാളുടെ വിയോഗം. ഈ ഒരു അവസ്ഥ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് എൻ്റെ ജീവിതത്തിൽ കുറെ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ MSMI കോൺഗ്രിഗേഷന്റെ ജനറലേറ്റിലെ കോഴിക്കോടായിരുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവളുടെ അപ്പം മരിച്ചതിന്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് കടന്നു വരുമായിരുന്നു. ഒരിക്കലും അവൾക്കത് അംഗീകരിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയായിരുന്നു. 41 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അവളുടെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ആ പെൺകുട്ടിക്ക് നിർദ്ദേശിച്ചൊരു കാര്യം ഈ 41 ദിവസവും മുടങ്ങാതെ ദിവ്യബലിയിൽ സംബന്ധിക്കുവാനും പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുമായിട്ടാണ്. നിരന്തരമായിട്ട് അവൾ വന്ന് അവളുടെ വിഷമങ്ങൾ എന്നോട് പങ്കുവയ്ക്കുമായിരുന്നു. അത്ഭുതകരമായിട്ട് 41ാമത്തെ ദിവസത്തെ ആ ചടങ്ങിന് ശേഷം വളരെ സന്തോഷവതിയായിട്ടാണ് അവൾക്ക് മുന്നോട്ട് ജീവിതം നയിക്കാൻ സാധിച്ചതെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. 37-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നത്: നിന്റെ ജീവിതം ദൈവത്തിന് ഭരമേൽപ്പിക്കുക, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളുമെന്നാണ്. വീണ്ടും സങ്കീർത്തനം 34:17 പറയുന്നത് പ്രകാരമാണ്: ദൈവം എപ്പോഴും നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടുന്ന് നിന്നെ രക്ഷിക്കും. ഈ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വിഷാദരോഗമാകട്ടെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്ന ഡിപ്രഷൻ എന്നുള്ള ഈ വലിയ അവസ്ഥയാകട്ടെ, നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. നിരന്തരമായിട്ടുള്ള ദിവ്യബലിയും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവും സർവോപരി ഇടയ്ക്കിടയ്ക്കുള്ള കുമ്പസാരവുമൊക്കെ നമ്മൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ എപ്പോഴും ധ്യാന വിഷയമായിട്ട് എടുക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തർഗതങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കുകയും അതുപോലെ തന്നെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ നിറവിനാല് ഓരോ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനായിട്ട് നമ്മെ ഒരുക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.